കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ LDFും UDFും വ്യാജ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നട്ടാൽ മുളയ്ക്കാത്ത നുണകളാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ MPമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമീപകാല ചരിത്രത്തിലൊന്നും ലഭിച്ചിട്ടില്ലാത്ത അത്രയും ബജറ്റ് വിഹിതമാണ് ഈ വർഷത്തെ ബജറ്റിൽ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. UPA ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലവും NDA ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെയും ബജറ്റുകൾ നോക്കിയാൽ UPA ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലത്തെ തികഞ്ഞ അവഗണനയിൽ നിന്ന് കഴിഞ്ഞ 10 വർഷം വലിയ പുരോഗതിയാണ് ബജറ്റ് വിഹിതങ്ങളുടെ കാര്യത്തിൽ കേരളത്തിനുണ്ടായത്. കഴിഞ്ഞ 10 വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ വർഷത്തെ ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുകയാണ് സംസ്ഥാനത്തിന് കേന്ദ്രം നീക്കിവച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3200 കോടി രൂപയിലധികം രൂപ ടാക്സ് ഷെയറിൽ മാത്രം, നികുതി ഇനത്തിൽ മാത്രം കേരളത്തിന് അധികം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 21,000 ശിഷ്ടം കോടി രൂപയാണ് ടാക്സ് വിഹിതമായിട്ട് കേരളത്തിന് കിട്ടിയതെങ്കിൽ ഇത്തവണ മാറ്റിവച്ചിരിക്കുന്നത് 24,300 കോടി രൂപയാണ്. 3000-ലധികം കോടി രൂപ നേരിട്ടുള്ള നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ തന്നെ വർധനവുണ്ടായിരിക്കുന്നു. എന്നാൽ വിവിധ പദ്ധതികളുടെ കാര്യത്തിൽ സമീപകാലത്ത് ഒന്നുമില്ലാത്ത തരത്തിലുള്ള അഭൂതപൂർവമായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും കിട്ടിയിരിക്കുന്നു. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിന് പരമാവധി ലഭിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ വിഹിതം എന്ന് പറയുന്നത് 300 കോടി മുതൽ 400 കോടി രൂപയാണ്. 300 കോടി രൂപ മുതൽ 400 കോടി രൂപയാണ് ശരാശരി UPA ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലവും കേരളത്തിലെ റെയിൽവേ വികസനത്തിന് കിട്ടിയത്. കണക്കുകൾ കള്ളം പറയില്ലല്ലോ. 18 MPമാരും കള്ളം പറയുന്നു, മുഖ്യമന്ത്രിയും കള്ളം പറയുന്നു, ബാലഗോപാലും കള്ളം പറയുന്നു, ചില മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്നു. നിങ്ങൾ കണക്കുകൾ നോക്കാമല്ലോ. 3100-ലധികം കോടി രൂപയാണ് ഈ വർഷത്തെ റെയിൽവേ വിഹിതമായിട്ട് കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. വ്യക്തമായ കണക്കുകൾ അടിസ്ഥാനത്തിൽ റെയിൽവേ മന്ത്രി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. പക്ഷേ അപ്പോഴും കള്ളപ്രചരണം തുടരുകയാണ്. ഇനി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങൾക്കും പ്രധാനപ്പെട്ട അഭിമാന പദ്ധതികൾക്ക് നൽകിയ തുക നിങ്ങൾ നോക്ക്. കേരളത്തിൽ റെയിൽവേ കഴിഞ്ഞാൽ പിന്നെ നാഷണൽ ഹൈവേ വികസനം, കേരളത്തിലെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ വിഹിതം, കേരളത്തിലെ ശ്രീ ചിത്തിര തിരുനാൾ പിന്നെ SCT ആശുപത്രിയുടെ വിഹിതം, കേരളത്തിലെ മറ്റ് നിരവധി പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള വിഹിതം എല്ലാം ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ട്. എല്ലാ കാര്യത്തിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കോക്കനട്ട് ബോർഡ്, കോഫി ബോർഡ്, റബ്ബർ ബോർഡ്, സ്പൈസസ് ബോർഡ്, നിങ്ങളെല്ലാം എടുത്ത് നോക്കൂ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എല്ലാ ബോർഡുകൾക്കും, എല്ലാ സ്ഥാപനങ്ങൾക്കും, കയർ ബോർഡ്, എല്ലാ സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിഹിതം കൂടുതലാണ്. 3100 ശിഷ്ടം കോടി രൂപ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു ബജറ്റിൽ കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ബജറ്റിൽ കേരളത്തിൽ 3100 ശിഷ്ടം കോടി രൂപ ഒരു വർഷത്തേക്ക് തന്നിട്ടുണ്ടോ? എന്താണ് കേരളം അവഗണിക്കപ്പെട്ടു എന്ന് പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം? കേരളത്തിൻ്റെ പേര് പരാമർശിച്ചില്ലെന്നുള്ളത് കൊണ്ടാണോ? എന്തുമാത്രം ബാലിശമായ ഒരു ആരോപണമാണിത്. കേരള ധനകാര്യമന്ത്രി ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളും പരാമർശിക്കാറുണ്ടോ? ചിലപ്പോൾ വയനാടിന് എന്തെങ്കിലും പ്രഖ്യാപിച്ചേക്കും, ചിലപ്പോൾ ആലപ്പുഴയ്ക്ക് എന്തെങ്കിലും പ്രഖ്യാപിച്ചേക്കും, ചിലപ്പോൾ ഇടുക്കിക്ക് എന്തെങ്കിലും പ്രഖ്യാപിച്ചേക്കും. 14 ജില്ലകളെയും പേരെടുത്ത് പറഞ്ഞിട്ട് ഇതെന്താ അക്ഷരശ്ലോകമാണോ ബജറ്റ് അവതരണം എന്ന് പറയുന്നത്? അന്താക്ഷരിയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും പേര് പറഞ്ഞുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ